ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പൂനെ ദസറ സെലിബ്രേഷനാണ്. ദസറ പരിപാടികളൊക്കെ കഴിഞ്ഞു. വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഇത്തിരി ലേറ്റായിപ്പോയി. എന്നാലും ഞങ്ങളുടെ പരിപാടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ഇന്ന് ഞങ്ങൾ വൈകുന്നേരം പോകുന്നത് നമ്മുടെ പൂനെ റേഞ്ച് ഹിൽസിലുള്ള കാളി മന്ദിറിലേക്കാണ്. കാളി മന്ദിർ എല്ലാ വർഷവും ഞങ്ങൾക്കായിട്ട് ഒരു പുതുമ ഒരുക്കാറുണ്ട്. ഒരു പ്രത്യേകം ഒരു വെറൈറ്റി ആയിട്ടുള്ള അമ്പലങ്ങൾ ഒരുക്കാറുണ്ട്. ഇത്തവണ ഒരുക്കിയത് അയോധ്യ രാമക്ഷേത്രമായിരുന്നു. അത് കാണാൻ വേണ്ടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഇവിടെ ദസറ സെലിബ്രേഷൻ എന്ന് പറയുന്നത് 1 മുതൽ 10 ദിവസം നല്ല അടിപൊളി പരിപാടിയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ഉൾഭാഗം. ഈ സമയത്ത് വന്നതുകൊണ്ട് ഇത്തിരി തിരക്കെല്ലാം കുറവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിത് കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഒരു മാസത്തിന് മേലെയുള്ള ഇവരുടെ ഒരു വർക്കാണ് ഈ കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇത് സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ റോഡ് സൈഡ് കാണാറുണ്ട്. പക്ഷേ ഒരുങ്ങി വന്നപ്പോഴേക്കും പറയാൻ വയ്യാത്ത അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമായി മാറി. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉൾവശത്ത് കയറി ദേവിയെ തൊഴുത് പ്രാർത്ഥിച്ചു. ഇത് പുറത്തുനിന്നുള്ള കാഴ്ചയാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല ഒറിജിനാലിറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒറിജിനൽ അമ്പലം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് സ്റ്റേജൊക്കെ കെട്ടി വൈകുന്നേരങ്ങളിൽ ഇവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൂടാതെ സ്റ്റാളുകളൊക്കെ ഉണ്ട്. വെറൈറ്റി സ്റ്റാളുകൾ, ഡ്രസ്സിൻ്റെ, ഓർണമെൻറ്റ്സ്, ബുക്സിൻ്റെ, പിന്നെ ഫുഡിൻ്റെ, അങ്ങനെ വെറൈറ്റി സ്റ്റാളുകൾ ഇവിടെ പുറത്തുണ്ട്. അവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് റേറ്റൊക്കെ ചോദിച്ചു. ഞങ്ങൾ അങ്ങനെ അമ്പലം മൊത്തം ചുറ്റി ഒന്ന് കറങ്ങി. ഇതാണ് ഫുഡിൻ്റെ ഏരിയ വരുന്നത്. ഇവിടെ നോൺ വെജും വെജ് എല്ലാ ഐറ്റംസും ഉണ്ടാവാറുണ്ട്. ലാസ്റ്റ് ഡേ ഒക്കെ വൈകുന്നേരങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും. ഇതൊരു 4 മണി 5 മണി ആ ടൈം ആയതുകൊണ്ടാണ് തിരക്ക് കുറവ്. രാത്രി നല്ല കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു വെറൈറ്റിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസും അതൊക്കെ എടുത്ത് മോന് ബുക്സ് വേണമെന്ന് പറഞ്ഞ് ബുക്ക് സ്റ്റാളിലേക്ക് ഒന്ന് കയറിയിട്ടുണ്ട്. പക്ഷേ വലിയ ബുക്സൊക്കെ അവനെ വായിക്കാനായിട്ടില്ല. അതുകൊണ്ട് കുഞ്ഞ് കളറിങ് ബുക്സൊക്കെ അങ്ങനെ നോക്കിയിട്ട് എടുത്ത് അവന് കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അമ്പലത്തിൻ്റെ പുറത്തായിട്ട് റോഡ് സൈഡിലും ഇഷ്ടംപോലെ സാരീസും പിന്നെ കളിക്കുന്ന കളിപ്പാട്ടങ്ങൾ, അങ്ങനെ കഴിക്കേണ്ട ഫുഡുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റോഡ് സൈഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതും ചുറ്റിക്കറങ്ങി. അവിടുന്ന് പിന്നെ ടോയ്സ് വാങ്ങിക്കൊടുത്തു. അത് കഴിഞ്ഞ് സാരീസ് പുറത്തുള്ള റേറ്റ് അകത്തേനേക്കാളും ഇത്തിരി കുറവാണ്. പിന്നെ അകത്ത് 1800 അങ്ങനെ റേഞ്ചിലാണ് റേറ്റ് വരുന്നത്. പുറത്ത് 500 രൂപ, പിന്നെ 700 600 ആ ഒരു റേറ്റിലും വ്യത്യസ്തമായിട്ടുള്ള ഇതുണ്ടായിരുന്നു. കോട്ടൻ്റെയും അല്ലാത്തതായിട്ടുള്ള സാരീസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 10 ദിവസം ഇവിടുത്തെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഈ ദാണ്ടിയാണ്. ഇവിടെ 2-3 ഗ്രൗണ്ടുകളിൽ ദേവിയെ വെച്ചിട്ട് പൂജയ്ക്കും അത് കഴിഞ്ഞ് ഇവിടെ ദാണ്ടിയ കളിക്കാറുണ്ട്. ഈ വർഷം സാത്തിക്കുട്ടൻ ആദ്യമായിട്ടാണ് കോലെടുത്ത് ഇറങ്ങിയിട്ടുള്ളത്. അവൻ്റെ ഫ്രണ്ടിനെ കിട്ടിയതുകൊണ്ട് ഈ വർഷം എനിക്ക് ഈ കോല് കിട്ടിയില്ല. അവനാകുന്ന വിധത്തിൽ അവൻ സ്റ്റെപ്പൊക്കെ ഇട്ട് കളി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇത് പരിപാടി കഴിയുമ്പോഴേക്ക് രാത്രി ഒരു 10-10:30 വരെ ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെ ചുറ്റിക്കറങ്ങി നമുക്ക് സമയം പോവും. അങ്ങനെ എല്ലാ ദിവസവും ഓരോരോ കളറായിരിക്കും ഡ്രസ്സുകളുള്ളത്. പിന്നെ ആ ഡ്രസ്സിലായിരിക്കും ദേവിയെ അണിയിച്ച് ഒരുക്കുന്നത്, സാരി. ആ കളറിലുള്ള ഡ്രസ്സുകൾ മറ്റുള്ളവരോടും. അങ്ങനെ എല്ലാ ദിവസവും ഓരോരോ കളറിലെ ഡ്രസ്സൊക്കെ ധരിച്ച് ഞങ്ങൾ വൈകുന്നേരം ഒരു 8 മണി ആകുമ്പോഴത്തേക്കും അങ്ങ് ഇറങ്ങും. പിന്നെ ഇത്തിരി തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാത്രിയിൽ ലാസ്റ്റ് ഡേ ഇവിടെ വേറൊരു സ്ഥലത്ത് ഗ്രൗണ്ടിൽ ദേവിയെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ വന്നൊന്ന് തൊഴുത് പ്രാർത്ഥിക്കാമെന്ന് കരുതി എന്നിട്ട് ഇവിടുത്തെ ആരതിയിലൊക്കെ ഒന്ന് പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. പൂരി, ചോറ്, പിന്നെ കറി, അങ്ങനെയായിരുന്നു ഇവിടുത്തെ ഇതുണ്ടായിരുന്നത്. നല്ല ഭക്ഷണമായിരുന്നു. നല്ല റൈസും നല്ല പൂരി കറീസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. വീട്ടിൽ വന്ന് വീണ്ടും കോലെടുത്ത് ഞങ്ങളുടെ സ്ഥിരം സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്രയായി. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഒരിത്തിരി ലേറ്റ് ആയിട്ടാണ് ആൾക്കാർ വന്നത്. ഇത് പ്രോഗ്രാം തീരാനായിട്ട് ഒരിത്തിരി ലേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ വന്ന് ദാണ്ടിയൊക്കെ കളിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇവിടെ സ്റ്റേജിൽ കയറി ദേവിയുടെ പൂജയൊക്കെ ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു ലക്കി കൂപ്പൺ ഉണ്ടായിരുന്നു. എല്ലാ വർഷവും ഇവിടെ ലക്കി കൂപ്പൺസ് ഉണ്ടാവാറുണ്ട്, പേരെഴുതി കൊടുക്കാറുണ്ട്. വലിയ പരിപാടിയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം എൻ്റെ പേരെഴുതി അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലക്കി കൂപ്പൺ ഇട്ടപ്പം പേര് വിളിച്ചു. എനിക്കങ്ങനെ പ്രൈസ് കിട്ടി. അങ്ങനെ സാത്തിക്കുട്ടനും ഭയങ്കര സന്തോഷമായി. കഴിഞ്ഞ വർഷവും എനിക്ക് പ്രൈസ് അടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം കിട്ടിയത് സാരിയായിരുന്നു. ഈ വർഷം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി.
ഒരു അൺബോക്സിങ് വീഡിയോ പോലെ ഞങ്ങളത് കവറിങ്ങൊക്കെ അഴിക്കാൻ തുടങ്ങി. ഉള്ളിൽ എന്താണെന്ന് പോലും അറിഞ്ഞൂടെ. ഇത്തിരി വെയിറ്റൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആകാംക്ഷപൂർവ്വം രണ്ടുപേരും കൂടി പിന്നെ കവറൊക്കെ പൊട്ടിച്ചു. ഹസ്ബൻഡാണ് വീഡിയോ എടുത്തു തരുന്നത്. അങ്ങനെ സംഭവം നോക്കുമ്പം കവറിൻ്റെ മുകളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ലിറ്ററിൻ്റെ കുക്കറായിരുന്നു ഇപ്രാവശ്യം ഗിഫ്റ്റ് അടിച്ചത്. ഇത്രയും നല്ലൊരു സാധനം കിട്ടുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും സന്തോഷമായി. ദേവീൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ വർഷവും ഓരോ പ്രൈസ് അടിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കവറൊക്കെ പൊട്ടിച്ചു. പിന്നെ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ദസറ സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും ഭയങ്കര എൻജോയ്മെൻറ്റും ആഘോഷവും പരിപാടിയും ഡാൻസും അങ്ങനെ ഓരോരോ ഇതുണ്ടാവും. അതുകൊണ്ട് 10 ദിവസം എങ്ങനെ കടന്നു പോകുന്നതെന്ന് അറിയാൻ പറ്റില്ല. സ്കൂൾ അടച്ചതുകൊണ്ട് നമുക്കൊരു നേരം പോക്കിന് ഒരു പരിപാടിയാണെന്ന് കൂടി പറയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റ്. അടുക്കളയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം ആയതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് യൂസിങ് ഉള്ള സാധനം ആയതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.